നല്ല ആവി പറക്കുന്ന നല്ല തിക്കായിട്ടുള്ള ബീഫ് ഫ്രൈ ഉണ്ടല്ലേ, നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടില്ലേ നല്ല കട്ടിയുള്ള ബീഫ് ഫ്രൈ, അതുപോലെയുള്ള ബീഫ് ഫ്രൈ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് ഫ്രൈ ആണ്. ഹോട്ടലിൽ നമുക്ക് കിട്ടുന്നത് പോലെ തന്നെയുള്ള നല്ല തിക്കായിട്ടുള്ള ബീഫ് ഫ്രൈ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതും പ്രഷർ കുക്കർ ഉപയോഗിച്ചിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു അരമണിക്കൂർ തന്നെ വേണ്ട കേട്ടോ ഈ ബീഫ് ഫ്രൈ ഒന്ന് റെഡിയായി എടുക്കാൻ വേണ്ടിയിട്ട്. അത്ര ഈസിയാണ്. അതുപോലെ തന്നെ ഇതിലോട്ട് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഗരം മസാല പൗഡറൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ ബീഫ് ഫ്രൈ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ബീഫ് ഫ്രൈയിലോട്ട് വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ 2 പീസ് പട്ട എടുത്തിട്ടുണ്ട്. രണ്ടും പാടെ ഒരു 1/2 ഇഞ്ച് നീളമുള്ള പീസാട്ടോ ഇത്. പിന്നെ 2 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു 4 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ച് വെക്കണം. വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഇത്രയും വലുപ്പമുള്ള സവാളയും പിന്നെ ഒന്ന് ചെറുതാണ്. ഇതേപോലെ നല്ല വലുപ്പമുള്ള എടുക്കുക, അല്ലെങ്കിൽ മീഡിയം സൈസ് 3 സവാള എടുക്കാം. പിന്നെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വളരെ ചെറുതാണ്. പിന്നെ 2 പച്ചമുളക്, അതുപോലെ ഒരു 2 ഇഞ്ചോളം വലുപ്പമുള്ള ഇഞ്ചിയുടെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ്. ഞാനിവിടെ ചെറിയൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പ്രഷർ കുക്കറിലോട്ട് ഞാൻ നേരത്തെ എടുത്ത ഐറ്റംസൊക്കെ മാറ്റിയാണ്. ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ബീഫ് ഫ്രൈ ആയിട്ടത്. ഒരുപാട് നമുക്ക് സ്ട്രെയിൻ ഒന്നുമില്ല, ഇത് വഴറ്റിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ഐറ്റംസും ഞാൻ ഈ പ്രഷർ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാൻ വേണ്ടേ. നമ്മൾ വെജിറ്റബിൾസ് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഈ പ്രഷർ കുക്കറിലോട്ട് ഒഴിക്കണം. ഒരു 1 or 2 ടേബിൾ സ്പൂണൊക്കെ എണ്ണ ഇരിക്കട്ടെ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ കുക്കറിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. നമ്മുടെ കുക്കറിന് ഒരു വിസിൽ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ഇരിക്കട്ടെ. ഇതിൻ്റെ അകത്തെ പ്രഷർ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. നമ്മുടെ കുക്കറിലെ പ്രഷർ പോയിട്ടുണ്ട്. ഇനി ഞാൻ കുക്കർ തുറക്കുകയാണ്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുത്താലുള്ളൂ നമ്മുടെ ബീഫ് നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടില്ലേ, റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ബീഫ് പോലെ ആയില്ല. ഞാൻ ഇതിനൊരു പൊട്ടാറ്റോ മാഷർ ഉപയോഗിച്ചിട്ട് ഉടച്ചെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ഉടഞ്ഞു വരണം. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ബീഫ് വരട്ടിയതാട്ടോ. ഇത് ബീഫ് ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിൽ നല്ല തിക്ക് ഗ്രേവിയോട് കിട്ടുന്ന ബീഫ് വരട്ടിയത് നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വിസിലേ പോയിട്ടുള്ളൂ, അപ്പോഴേക്കും തന്നെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സവാളയൊക്കെ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി. പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും. നമുക്ക് വഴറ്റിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ഞാൻ ബീഫ് ചേർക്കുകയാണ്. ഞാനിവിടെ 1/2 കിലോ ബീഫായിട്ട് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ബീഫാണ്. ഈ ബീഫ് ഞാൻ നെയ്യോടുകൂടെ തന്നെ ഉപയോഗിക്കുന്നത്. നെയ്യോടുകൂടെ ഉപയോഗിക്കുമ്പോഴേ ഉള്ളൂ നമുക്ക് അങ്ങനെ തിക്കായിട്ടുള്ള നല്ല നെയ്യ്, നല്ല എണ്ണയ്ക്ക് മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള ബീഫ് കിട്ടുള്ളൂ. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ബീഫിനെ ഞാൻ പ്രഷർ കുക്കറിലോട്ട് മാറ്റിയാണ്. 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് മസാല പൗഡറുകൾ ചേർക്കാൻ വേണ്ടത്. ഇത് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല ഐറ്റംസാണ്. ഞാനിത് കുക്കറിലോട്ട് ചേർക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അടുത്തതായിട്ട് ഞാൻ മല്ലിപ്പൊടി ചേർക്കുകയാണ്. ഈ മല്ലിപ്പൊടിയൊന്നും ഒരുപാട് ചേർക്കരുത് കേട്ടോ. 1 ടീസ്പൂണ് മല്ലിപ്പൊടി അത്ര മതി, അതിൽ കൂടുതൽ ചേർക്കരുത്. അടുത്തതായിട്ട് മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കണം. എരിവ് പറ്റാത്തവർക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉലുവ ചേർക്കണം. ഒരു 2 പിഞ്ചൊക്കെ ഉലുവ മതി, ഒരുപാടൊന്നും വേണ്ട. ഇനി ഇതിലോട്ട് ഞാൻ കുരുമുളക് പൊടി ചേർക്കാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. നമ്മൾ നേരത്തെ ഓൾറെഡി കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും ഇവിടെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ബീഫ് വരട്ടിയതൊക്കെ ആകുമ്പോഴേ ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. നല്ല നമ്മൾ ഒരുപാട് ടൈമൊക്കെ വാർത്ത് വെച്ച ബീഫാണെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. അതല്ലാണ്ട് കഴുകിയ ഉടനെയൊക്കെ എടുക്കുന്ന ബീഫാണെങ്കിൽ ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കരുത്. ഡയറക്റ്റ് തന്നെ അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു വിസിൽ പോകുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം.
അതിനുശേഷം നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം. പിന്നെ ഒന്നുകിൽ ഒരു 3 വിസിൽ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 15 മിനിറ്റ് ഈ ബീഫ് അങ്ങനെ ലോ ഫ്ലെയിമിൽ വെക്കുക. അത് പിന്നെ വേവുന്നത് ഓരോരുത്തരുടെയും പ്രഷർ കുക്കറിനെ അനുസരിച്ചിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന ബീഫിന് എത്രത്തോളം മൂപ്പുണ്ടോ അതിനനുസരിച്ചിട്ടിരിക്കും. ഞാനിത് അടച്ചു വയ്ക്കാൻ, അടച്ചു വെച്ചിട്ട് നമുക്ക് ഗ്യാസിൻ്റെ മുകളിലോട്ട് മാറ്റാം. നമ്മുടെ കുക്കറിലെ 1 വിസിൽ പോയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഒന്നുകിൽ ഇനി 3 വിസിൽ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ ബീഫ് ഫ്രൈ എന്തായാലും നോക്കാം. കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാൻ കുക്കർ തുറക്കുകയാണ്. കണ്ടില്ലേ, എണ്ണയ്ക്ക് സെപ്പറേറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയ്ക്ക് വിട്ട് നിൽക്കണതിനായിട്ട് കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ബീഫ് ഫ്രൈ തന്നെയാണ്. ഇതിൻ്റെ ഗ്രേവി ഉണ്ടല്ലേ, നമ്മുടെ ഹോട്ടലിലൊക്കെ നമുക്ക് കിട്ടുന്ന അതേപോലെ നല്ല ചൂടൊക്കെ ഉണ്ട്, നല്ല ആവി ഇറക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ല കിടിലൻ ബീഫ് ഫ്രൈ തന്നെയാണ്. ഇനി നമ്മൾ ഇതിലോട്ട് കറിവേപ്പില ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ 2 തണ്ട് കറിവേപ്പില കൂടെ ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റൊക്കെ അടച്ച് വെക്കാം. ഈ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ഇതിലോട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ സെർവ് ചെയ്യുകയും ചെയ്യാം. നല്ല ആവി പറക്കുന്ന നല്ല തിക്കായിട്ടുള്ള ബീഫ് ഫ്രൈ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ സ്പെഷ്യൽ ബീഫ് ഫ്രൈ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ബീഫ് ഫ്രൈ ആണ്. നമുക്കിത് ദോശയുടെ കൂടെ സെർവ് ചെയ്യാം, അപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അതുപോലെ തന്നെ ഇടിയപ്പം, പിന്നെ നമ്മുടെ ഗീ റൈസിൻ്റെ കൂടെ, തേങ്ങാച്ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ബീഫ് ഫ്രൈ. സാധാരണ നമ്മൾ കുക്കറിലൊക്കെ ബീഫ് ഫ്രൈ വെച്ചാൽ വെള്ളം വരുമല്ലോ, ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ബീഫൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഹോട്ടലിലൊക്കെ സെർവ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലോട്ട് നമുക്ക് ഈ ബീഫ് ഫ്രൈ മാറ്റാം കേട്ടോ. കണ്ടില്ലേ, നല്ല തിക്കനെയല്ലേ ഗ്രേവി, നല്ല ആവി പറക്കുന്ന ബീഫ് ഫ്രൈന്. കുറച്ച് ഗ്രേവിയും കുറച്ച് പീസും കൂടെ എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.